ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം മഹത്വപ്പെടട്ടെ. ക്രിസ്തുയേശുവിൽ എല്ലാവർക്കും സ്നേഹവന്ദനത്തെ അറിയിക്കും. ഇന്നത്തെ ചിന്താവിഷയം ക്രിസ്തുവും കൃപയും. നമുക്ക് വായിക്കാം 2 കൊരിന്ത്യർ 12-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം. 2 കൊരിന്ത്യർ 12-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം. അതെന്നെ വിട്ടു നീങ്ങേണ്ടതിന് ഞാൻ 3 വട്ടം കർത്താവിനോട് അപേക്ഷിച്ചു. അവൻ എന്നോട് എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തെളിഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നടുവിൽ എഴുന്നള്ളി വന്നിരിക്കുന്ന ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവേ, അങ്ങയുടെ പാദപീഠത്തിൽ ഞങ്ങൾ ഇരിക്കുമ്പോൾ കർത്താവേ, എന്ന് അങ്ങയെക്കുറിച്ച് കേൾക്കുവാൻ തക്കവണ്ണം, ധ്യാനിക്കുവാൻ തക്കവണ്ണം, ചിന്തിക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെ ഞങ്ങളെ എല്ലാവരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുവിനുള്ള നിർമ്മലതയും ഏകാഗ്രതയിലും ഞങ്ങളായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇന്നിവിടെ വധിക്കപ്പെടുന്നതായ വചനമൊന്നും തന്നെ സാത്താൻ പെറുക്കിക്കളയാൻ ഇടയാകില്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയൻ്റെ കുറവുകൾ ഓർക്കരുത്. കാൽവരി ക്രൂശിൽ അടിയനെ മറിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പൗലോസ് അപ്പോസ്തലൻ്റെ പ്രാർത്ഥനയ്ക്ക് കൊടുക്കുന്ന ഒരു മറുപടിയാണ് ഇവിടെ പറയുന്നത്. അവിടെ പൗലോസ് അപ്പോസ്തലന് ജീവിതത്തിൽ വേദന അല്ലെങ്കിൽ രോഗം കടന്നു വന്നപ്പോൾ പൗലോസ് അപ്പോസ്തലൻ ആ രോഗം മാറേണ്ടതിന് 3 വട്ടം പ്രാർത്ഥിച്ചു എന്നാണ് അവിടെ പറയുന്നത്. പക്ഷെങ്കിൽ കർത്താവ് ഉത്തരം കൊടുത്തു, നിന്റെ രോഗം മാറില്ല, നിന്റെ രോഗം അവിടെ ഇരിക്കും, എന്നാൽ എൻ്റെ കൃപ നിനക്ക് മതി. അതിന് ഈ ചോദ്യം അല്ല, ഈ ഉത്തരം എൻ്റെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് സ്വർഗത്തിൽ നിന്ന് കർത്താവ് തന്നാൽ എൻ്റെയും നിങ്ങളുടെയും സന്തോഷം എങ്ങനെയായിരിക്കും? നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത് നമ്മുടെ രോഗങ്ങൾ മാറണം, വേദനകൾ മാറണം, പ്രതികൂലങ്ങളൊക്കെ മാറണമെന്നാണ്. നമ്മുടെ കർത്താവെല്ലാം മാറ്റും. പൗലോസ് അപ്പോസ്തലനെ സംബന്ധിച്ചിടത്തോളം അനേക വർഷങ്ങൾ കർത്താവിൻ്റെ തോട്ടത്തിൽ വേല ചെയ്തവനാണ്. എല്ലാം വിട്ട്, എല്ലാം തന്നെത്താൻ ത്യജിച്ച് കർത്താവിൻ്റെ പിന്നാലെ വന്നവനാണ്. പക്ഷെങ്കിൽ എന്തുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ്റെ രോഗം മാറ്റാഞ്ഞത്? അതിനെക്കുറിച്ച് 2 കൊരിന്ത്യർ 12-7 നമുക്കൊന്ന് വായിക്കാം. 2 കൊരിന്ത്യർ 12-ാം അധ്യായം 7-ാമത്തെ വാക്യം. വെളിപാടുകളുടെ ആധിക്യത്താൽ ഞാൻ അതിയായി നിഗളിച്ചു പോകാതിരിപ്പാൻ എനിക്ക് ജലത്തിൽ ഒരു ശൂലം തന്നിരിക്കുന്നു. അവിടെ പറയുകയാണ്, നിഗളിച്ചു പോകാതിരിപ്പാനാണ് ഈ രോഗം കർത്താവ് അനുവദിച്ചു തന്നു. നിഗളിച്ചാൽ വരുന്ന സംഗതി എന്താണ്? 1 തീമോത്തിയോസ് 3:6 പൗലോസ് അപ്പോസ്തലൻ തന്നെ തീമോത്തിയോസിനോട് എഴുതുകയാണ്. 1 തീമോത്തിയോസ് 3-ാം അധ്യായം 6-ാമത്തെ വാക്യം. നിഗളിച്ചിട്ട് പിശാചിന് വന്ന ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിപ്പാൻ. അവിടെ പറയുകയാണ്, നിഗളിച്ചിട്ട് പിശാചിന് വന്ന ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിപ്പാൻ. എന്താണ് മനസ്സിലാകുന്നറിയാമോ? അതായത് ആത്മീയ നിഗളമുണ്ട്, അല്ലാത്ത നിഗളവുമുണ്ട്. ഇപ്പം ഇവിടെ പൗലോസിനെ സംബന്ധിച്ചിടത്തോളം വെളിപ്പാടുകളുടെ ആധിക്യമുള്ള ഒരു മനുഷ്യനാണ്. കർത്താവ് ഇത്രയധികം വെളിപ്പാടുകൾ കൊടുത്ത ഒരു ശിഷ്യനുമില്ല എന്നുള്ളതാണ് പൗലോസിന് മാത്രം കൊടുത്ത വെളിപ്പാടുകൾ. അതുകൊണ്ടാണ് മറ്റുള്ള ശിഷ്യന്മാരെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ ലേഖനങ്ങൾ പൗലോസിനെ കൊണ്ട് നമ്മുടെ കർത്താവ് എഴുതിച്ചത്. പൗലോസിൻ്റെ ചില ലേഖനങ്ങളൊക്കെ ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ പോലും വിശ്വാസത്തിൽ വരില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അനേക വചന സത്യങ്ങൾ പൗലോസിൻ്റെ ലേഖനത്തിലെ വെളിപ്പാടിലൂടെയാണ് ഗ്രഹിക്കുവാൻ സ്വർഗത്തിലെ ദൈവം എനിക്കും സഹായിച്ചത്. ഇവിടെ നെഗളം വന്നാലുള്ള അവസ്ഥ എന്താണ്? പിശാചിന് വന്ന ശിക്ഷാവിധി. അപ്പം എൻ്റെ നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെ കർത്താവിനറിയാം, പരിപൂർണ സൗഖ്യം ചിലപ്പം ചിലർക്ക് കിട്ടിയാൽ നിലത്തും താഴെ നിൽക്കത്തില്ല, നെഗളിച്ചു പോകും. കാരണം അത് തന്നെയുമല്ല, ആത്മീയതകളും ഇന്ന് വലിയൊരു വിപത്തിലേക്ക് കൊണ്ടുവരികയാണ്. ഞാൻ പ്രാർത്ഥിച്ചാൽ എൻ്റെ പ്രാർത്ഥന കർത്താവ് കേൾക്കുമെന്നുള്ള ഒരു 100% ഉറപ്പ് നല്ലതാണെങ്കിലും ചിലപ്പോൾ നമ്മുടെ എല്ലാ പ്രാർത്ഥനകൾക്കും ഒന്നും മറുപടി ലഭിക്കണമെന്നില്ല. മറുപടി ഉണ്ട്, യെസ്, നോ, വെയിറ്റ്. പക്ഷെ നമ്മൾക്ക് ഉത്തരം കിട്ടിയാൽ മതി. നമ്മളൊക്കെ പാടാറില്ല, പുത്രൻ്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ ഉത്തരം തരുമെന്നല്ലോടിയനെ. നമുക്ക് ഉത്തരമല്ല വേണ്ടിയത്, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യമാണ് വേണ്ടിയത്. അത്
ലഭിക്കുന്നില്ല എങ്കിൽ നമ്മൾ കൃപാവര പ്രാപ്തരുടെ പിന്നാലെ പോവുകയും അവരെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുകയും രഹസ്യത്തിൽ ചിലപ്പോൾ ചില ദൈവദാസന്മാരെ വിളിച്ചു വരുത്തി 2-3 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്. പക്ഷെ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ പ്രാർത്ഥിച്ചാൽ നമ്മുടെ കർത്താവ് ഉത്തരം തരും. അപ്പൊ ഇവിടെ വ്യക്തമായ ഉത്തരം കർത്താവ് പൗലൂസിന് കൊടുക്കുകയാണ്. നിന്റെ രോഗസൗഖ്യമാകത്തില്ല, അതവിടെ ഇരിക്കും. ഞാൻ നിന്റെ രോഗത്തിന് സൗഖ്യം തന്നാൽ നീ നെഗളിച്ചിട്ട് നീ എവിടെ പോകും? നീ പിശാചിന് വന്ന ശിക്ഷാവിധിയിൽ നീ നരകത്തിലേക്ക് പോകും. അപ്പൊ എൻ്റെയും നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഇന്ന് പല രോഗങ്ങളില്ലേ? ഇത് ഞാൻ പറയുമ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ അല്ല 2 ആഴ്ച മുന്നേ അല്ല 1 മാസം മുന്നേ എനിക്കും കൂടി 1-2 രോഗങ്ങൾ കൂടെ. ഈ കർത്താവിനെ ഞാൻ സ്വീകരിക്കുമ്പോൾ 25 കൊല്ലം സ്വീകരിക്കുമ്പോൾ എനിക്ക് ഒരു രോഗവുമില്ല, ഒരു ഗുളിക പോലും കഴിക്കണ്ടായിരുന്നു. എന്നാൽ 17 വർഷങ്ങൾക്ക് മുന്നേ കൊളസ്ട്രോൾ പിടിപെട്ടു, 10 കൊല്ലങ്ങൾക്ക് മുന്നേ ഡയബറ്റിക്കായി, ഇപ്പോൾ പ്രഷറിൻ്റെ ഗുളിക കഴിക്കണം, ന്യൂറോയുടെ ഗുളിക കഴിക്കണം. എന്താണ്? എനിക്ക് സന്തോഷമാണ്. കർത്താവിൻ്റെ രോഗം മാറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞ് എനിക്ക് സങ്കടമില്ല. കാര്യം ഒന്ന് ആ 2 കൊരിന്തി ഒന്ന് എടുക്കണം, ഒന്നും കൂടെ 2 കൊരിന്തി 12 അതിൻ്റെ 9-10 വാക്യങ്ങൾ ഒന്നും കൂടെ വായിക്കണം. 2 കൊരിന്തി 12-ാം അധ്യായം 9-10 വാക്യങ്ങൾ. എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. ആകയാൽ ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എന്റെ ബലഹീനതകളിൽ പ്രശംസിക്കും. അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിന് വേണ്ടി ബലഹീനത, കയ്യേറ്റം, ബുദ്ധിമുട്ട്, ഉപദ്രവം, ഞെരുക്കം എന്നിവ സഹിപ്പാൻ ഇഷ്ടപ്പെടുന്നു. അവിടെ പറയുകയാണ്, പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുക്കാതെ ആ രോഗം അവിടെ നിർത്തിയപ്പോൾ പൗലോസ് പറയുകയാണ്, ഞാൻ അതിസന്തോഷത്തോടെ ക്രിസ്തുവിന് വേണ്ടി ബലഹീനത, കയ്യേറ്റം, ബുദ്ധിമുട്ട്, ഉപദ്രവം, ഞെരുക്കം എന്നിവ സഹിക്കാൻ ഇഷ്ടപ്പെടുമോ? ഇതാണ് ആത്മീയം. ഇതാണ് ആത്മീയം. എന്നാൽ ഇന്ന് ഈ ആത്മീയം എത്ര ആൾക്കാർക്ക് ഇഷ്ടമുണ്ട്? പ്രാർത്ഥിച്ച് 3 വട്ടം പ്രാർത്ഥിച്ചിട്ട് രോഗസൗഖ്യം കൊടുക്കാതെ ഇരുന്ന ഒരു വ്യക്തി പറയുകയാണ്, ഞാൻ സന്തോഷത്തോടെ എന്നല്ല പറഞ്ഞത്, സന്തോഷത്തോടെ ഞാൻ ക്രിസ്തുവിന് വേണ്ടി എന്തൊക്കെയാണ്? ബലഹീനത, കയ്യേറ്റം, ബുദ്ധിമുട്ട്, ഉപദ്രവം, ഞെരുക്കം എന്നിവ സഹിപ്പാൻ ഇഷ്ടപ്പെടുന്നു. ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി ഈ പറഞ്ഞത് എന്തെങ്കിലും സഹിക്കാൻ നമ്മളിൽ എത്ര പേര് തയ്യാറാകും? ബുദ്ധിമുട്ട്, ഉപദ്രവം, ഞെരുക്കം എന്നിവ അല്ലെ ബലഹീനത സഹിക്കാനായിട്ട് ഇഷ്ടപ്പെടുമോ? ഇഷ്ടപ്പെടണം. ദൈവമക്കൾ ഇഷ്ടപ്പെടണം, അതിസന്തോഷത്തോടെ ഇഷ്ടപ്പെടണം. ഞാൻ നിങ്ങളും പ്രാർത്ഥിച്ചിട്ട് സൗഖ്യം കിട്ടിയില്ല എങ്കിൽ അത് ഞാൻ നെഗളിച്ചു പോകാതിരിക്കാനാണെന്ന് മാത്രം വിചാരിച്ചാൽ മതി. അല്ലാത്തത് എന്നൊക്കെ സൗഖ്യം തരും നമ്മുടെ കർത്താവ്. എല്ലാ രോഗവും ഒന്നും മാറണമെന്നൊന്നുമില്ല. കൃപ മതി. കൃപയേറും കർത്താവിൽ വിശ്വാസം, ആശ്രയം. ഹാലലുയ. കൃപയൊന്നൻ ആനന്ദമായി. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയ നാളും. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയ നാളും. ഇപ്പം ക്രിസ്തുവിൻ്റെ കൃപ നമ്മുടെ മേൽ വരണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട 4 കാര്യങ്ങൾ ഞാൻ വേഗത്തിൽ പറഞ്ഞ് അവസാനിക്കും. ഒന്നാമതായി ചെയ്യേണ്ട കാര്യം യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 14-ാമത്തെ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 14-ാമത്തെ വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. 16 അവന്റെ നിറവിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു. ന്യായപ്രമാണം മോശ മുഖാന്തരം ലഭിച്ചു, കൃപയും സത്യവും യേശുക്രിസ്തു മുഖാന്തരം വന്നു. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. പിതാവിന്റെ മടിയിൽ ഇരിക്കുന്ന
ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആ, നീ ആരെന്നിയോ 15-ാമത്തെ വാക്യം. ഞങ്ങൾ അവന്റെ തേജസ് യോഹന്നാൻ 1:15. എന്റെ പിന്നാലെ വരുന്നവൻ എനിക്ക് മുമ്പായി തീർന്നു, അവൻ എനിക്ക് മുമ്പേ ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞവൻ ഇവൻ തന്നെ എന്ന് വിളിച്ചു പറഞ്ഞു. അവന്റെ കൃപയിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു. 14 അവസാനം. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു. ഇവിടെ ഒരു കാഴ്ചയാണ്. ഇവിടെ യോഹന്നാൻ അപ്പോസ്തലൻ എഴുതിയിരിക്കുകയാണ്, ഞങ്ങൾ എന്ത് കണ്ടു? ഞങ്ങൾ യേശുക്രിസ്തുവിൻ്റെ തേജസ് കണ്ടു, അല്ലേ? അപ്പം യേശുക്രിസ്തുവിൻ്റെ നിറവിൽ നിന്ന് കൃപമേൽ കൃപ ലഭിക്കുവാൻ നമ്മൾ വചനം ജഡമായി കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർക്കുന്ന ക്രിസ്തുവിൻ്റെ തേജസ് കാണണം. നമ്മുടെ കർത്താവ് വചനം ജഡമായി കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർക്കുന്നവനാണ്. ഇന്നും നമ്മുടെ ഇടയിൽ ആ ക്രിസ്തു എഴുന്നള്ളി വന്നിട്ടുണ്ട്. കാര്യം നമ്മൾ യേശുവിൻ്റെ നാമത്തിൽ കൂടി വരുമ്പോൾ നമ്മുടെ നടുവിൽ യേശുക്രിസ്തു കടന്നു വന്ന് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കും. ആ യേശുക്രിസ്തുവിനെ ഞാനും നിങ്ങൾ കാണുവാനാണ്. ഇവിടെ നമ്മൾ കണ്ടു, അവൻ്റെ തേജസ് ഞങ്ങൾ കണ്ടു. പക്ഷെങ്കിൽ സങ്കടത്തോടെ പറയട്ടെ, നമ്മൾ ക്രിസ്ത്യാനികളെന്ന് പറയുന്ന അനേകം ആളുകളും ഇന്നും ഈ ക്രിസ്തുവിൻ്റെ തേജസ് കാണാതിരിക്കാൻ വേണ്ടി ഈ ലോക ദൈവം എന്നെ നിങ്ങളെയും അവിശ്വാസികളാക്കി നമ്മുടെ മനസ്സും കണ്ണുമെല്ലാം കുരുടാക്കി വെച്ചിരിക്കുകയാണ്, കണ്ണടച്ചിരിക്കുകയാണ്. 1-2 വാക്യങ്ങൾ വേഗത്തിൽ വായിക്കും. അപ്പോസ്തല പ്രവൃത്തികൾ 28-26-27 വാക്യങ്ങൾ. അപ്പോസ്തല പ്രവൃത്തികൾ 28-ാം അധ്യായം 26-27 വാക്യങ്ങൾ. അവരുടെ കണ്ണ് അടച്ചിരിക്കും. അപ്പം ഇന്നും അനേകം ആളുകളുടെ കണ്ണ് അടഞ്ഞിരിക്കുകയാണ്. ഇനിയും മത്തായി 13:14 അത് പറയുന്നുണ്ട്. യോഹന്നാൻ 12:40 ഇത് രണ്ടും നമുക്ക് വായിക്കാം. മത്തായി 13:14. നിങ്ങൾ ചെവിയാൽ കേൾക്കും, ഗ്രഹിക്കയില്ല താനും, കണ്ണാൽ കാണും, ദർശിക്കയില്ല താനും. ഈ ജനത്തിന്റെ ഹൃദയം തടിച്ചിരിക്കുന്നു. അവർ ചെവി കൊണ്ട് മന്ദമായി കേൾക്കുന്നു, കണ്ണടച്ചിരിക്കുന്നു. അവർ കണ്ണ് കാണാതെയും ചെവി കേൾക്കാതെയും ഹൃദയം കൊണ്ട് ഗ്രഹിക്കാതെയും തിരിഞ്ഞുകൊള്ളാതെയും ഞാൻ അവരെ സൗഖ്യമാക്കാതെയും ഇരിക്കേണ്ടതിന് തന്നെ. അവിടെ കണ്ണടച്ചിരിക്കുകയാണ്, മന്ദമായി കേൾക്കുന്നു എന്നാണ്. ഇന്ന് ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളോട് ഞാൻ ചോദിക്കട്ടെ, ഈ കേൾക്കുന്ന വചനം മന്ദമായാണ് കേൾക്കുന്നത്, അതോ നല്ല രീതിയിൽ അത് കേൾക്കാൻ സാധിക്കുന്നുണ്ടോ? കണ്ണ് തുറന്ന് കിട്ടിയവർക്ക് ഇതെല്ലാം നല്ല രീതിയിൽ തന്നെ ഗ്രഹിക്കാനായിട്ട് സാധിക്കും. പിന്നെ ഒരു വാക്യം യോഹന്നാൻ 12:40 പറയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 40-ാമത്തെ വാക്യം. അവർ കണ്ണുകൊണ്ട് കാണുകയോ ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയോ മനം തിരികയോ അവരുടെ കണ്ണ് കുരുടാക്കി. കണ്ടോ? ഇന്ന് യേശുക്രിസ്തുവിന്റെ തേജസ് അനേകർക്ക് കാണാനായിട്ട് പറ്റുന്നില്ല. ശൗല് യഹൂദ മതത്തിന്റെ മതഭക്തനായിരുന്ന സമയത്ത് ദൈവസേവയിൽ എരിവുള്ളവനായിരുന്നു. ഗമാലിയേലിന്റെ കീഴിലെ ന്യായപ്രമാണം മുഴുവൻ പഠിച്ചവനായിരുന്നു. യഹോവ എന്ന് പറഞ്ഞാൽ അത്ര എരിവുള്ള മനുഷ്യനായിരുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്ന് ചെതുമ്പല് പോലെ മതഭക്തി എന്നൊരു സാധനം ഇളകിപ്പോയപ്പോഴാണ് അദ്ദേഹം ക്രിസ്തുവിൻ്റെ തേജസ് അദ്ദേഹത്തിന് കാണുവാനായിട്ട് സാധിച്ചത്. ആ പൗലോസാണ് ക്രിസ്തുവിൻ്റെ കൃപയെക്കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഞാൻ പ്രാർത്ഥിച്ചിട്ടും എനിക്ക് സൗഖ്യം തന്നില്ലെങ്കിലും അതിസന്തോഷത്തോടെ ഞാൻ ക്രിസ്തുവിന് വേണ്ടി ബലഹീനത, കയ്യേറ്റം, ഞെരുക്കം, ഉപദ്രവം ഇവ സഹിപ്പാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് മനസ്സിലായി. ഇവിടെ എൻ്റെ നിങ്ങളുടെ കണ്ണിൽ നിന്ന് ഇന്ന് ഞാനും നിങ്ങളും ആയിരിക്കുന്ന ആ മതത്തിൻ്റെ ആ ചെതുമ്പല് കണ്ണിൽ നിന്ന് പോകണം.
അത് പൂർണ്ണമായും പോയവർക്ക് ഈ ക്രിസ്തുവിന്റെ തേജസ് കാണുവാനായിട്ട് സാധിക്കും. അപ്പം ഒന്നാമതായി ഞാൻ നിങ്ങളും ചെയ്യേണ്ട കാര്യമാണ് കണ്ടത്. യേശു ക്രിസ്തുവിന്റെ നിറവിൽ നിന്ന് കൃപമേൽ കൃപ ലഭിക്കുവാൻ നമ്മൾ വചനം ജഡമായി കൃപയും സത്യം നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർക്കുന്ന ക്രിസ്തുവിന്റെ തേജസ് കാണുന്നവരായി തീരണം. സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിച്ചില്ലേ, ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് ഞങ്ങളുടെ കണ്ണുകളെ ഒന്ന് തുറക്കണമേ. കണ്ണ് തുറന്നു തരുന്ന ഒരു കർത്താവാണ് നമ്മുടെ കർത്താവ്. അപ്പോൾ ഒന്നാമതായി ചെയ്യേണ്ട കാര്യം നമ്മൾ കണ്ടു. ഇഹലോകമോ സുഖവും മനഃശാന്തിയതും എൻ്റെ യേശുവിൻ്റെ തിരുസന്നിധിയിൽ എന്നും ആനന്ദമുണ്ടെനിക്ക്. എൻ്റെ യേശുവിൻ്റെ ദൈവകൃപയിൽ അനുഗമിച്ചേടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചേടും അവനുടെ ചുവടുകളെ. ദൈവം ആശ്രയിച്ച് പാട്ടുകാരൻ പാടി, ഇഹലോകമോ തരിക ഇല്ല ഒരു സുഖവും മനഃശാന്തിയും. നാടൻ ഭാഷയെ പറഞ്ഞാൽ ചിന്തിച്ചാൽ ഒരു അന്തവുമില്ല, ചിന്തിച്ചില്ലേൽ ഒരു കുന്തവുമില്ല എന്ന് പറഞ്ഞതുപോലെ ഞാനും നിങ്ങളും ജഡത്തിൽ നമ്മുടെ രോഗങ്ങൾ, നമ്മുടെ ഭാരങ്ങൾ, നമ്മുടെ പ്രയാസങ്ങൾ ഇതെല്ലാം ഓർത്താൽ നമ്മുടെ ജഡത്തിൽ ചിന്തിച്ചാൽ ആത്മാവിൻ്റെ മരണം സംഭവിക്കുമ്പോൾ, എന്നാൽ ഇന്ന് ഞാനും നിങ്ങളും പ്രതികൂലങ്ങളുടെയും പ്രയാസത്തിൻ്റെയും രോഗത്തിൻ്റെയും കഷ്ടനഷ്ട ദുഃഖത്തിൻ്റെയും നടുവിലാണ് ഇന്ന് സന്നിധി ബോധത്തോടെ കടന്നു വന്നിരിക്കുന്നുവെങ്കിൽ ഞാനും നിങ്ങളും കടന്നിരിക്കുന്നത് യേശു ക്രിസ്തുവിന്റെ സന്നിധിയിലാണ്. ആ സന്നിധിയിൽ ഞാനും നിങ്ങളും ഇരുന്നാൽ 100% ഉറപ്പോടെ പറയട്ടെ, ദൈവകൃപയിൽ ഞാനും നിങ്ങളും ആശ്രയിച്ച് കർത്താവിന്റെ വഴികളെ അറിഞ്ഞ് ഞാനും നിങ്ങളും അനുഗമിച്ചാൽ 100% ഉറപ്പോടെ പറയട്ടെ, കർത്താവിന്റെ കൃപ നമ്മളിലേക്ക് ഒഴുകാൻ തുടങ്ങും. രണ്ടാമതായി ഞാനും നിങ്ങൾ ചെയ്യേണ്ട കാര്യം യോഹന്നാന്റെ സുവിശേഷം 1:17. യോഹന്നാന്റെ സുവിശേഷം 1:17 യേശുക്രിസ്തു മുഖാന്തരം നമ്മളിൽ കൃപയും സത്യവും വരണം. യേശുക്രിസ്തു മുഖാന്തരം നമ്മളിൽ കൃപയും സത്യവും വരണം. മോശ മുഖാന്തരമുള്ള ന്യായപ്രമാണമാണ് ഇന്ന് ഈ ആത്മീയ ഗോളത്തിൽ വളരെയധികം നമ്മൾ ആയിരിക്കുന്ന സമുദായങ്ങളിൽ നിലനിൽക്കുന്നത്. മോശ മുഖാന്തരം ലഭിച്ച ന്യായപ്രമാണവും അഹറോന്റെ പൗരോഹിത്യവും ഇതെല്ലാമാണ് ഇന്ന് നല്ലവണ്ണം നിൽക്കുന്നത്. പലർക്കും അറിയില്ല. ഞാനും നിങ്ങളും ആയിരിക്കുന്നത്, നമുക്കൊരു വാക്യം വായിക്കാം. ഗലാത്യ ലേഖനം 3:23 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. ഗലാത്യ ലേഖനം 3:23 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. വിശ്വാസം വരും മുമ്പേ, യേശുക്രിസ്തുവിൽ ഉള്ള വിശ്വാസം നമ്മളിൽ വരുന്നതിന് മുമ്പേ വെളിപ്പെടുവാനിരുന്ന വിശ്വാസത്തിനായിക്കൊണ്ട്, ഇത് വെളിപ്പെട്ട വിശ്വാസമാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. വെളിപ്പെടുവാനുള്ള വിശ്വാസത്തിനായിക്കൊണ്ട് ന്യായപ്രമാണത്തിന് കീഴിൽ അടച്ചു സൂക്ഷിച്ചിരിക്കുന്നു. നമ്മളെല്ലാവരെയും ദൈവം ന്യായപ്രമാണത്തിന്റെ കീഴിൽ അടച്ചു സൂക്ഷിച്ചു. ഇനി അങ്ങനെ നാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെടേണ്ടതിന് ന്യായപ്രമാണം ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് നടത്തുവാൻ നമുക്ക് ശിശുപാലകനായി ഭവിച്ചു. അവിടെ പറയുകയാണ്, ഈ ന്യായപ്രമാണം എന്തിനാണ്? മോശ മുഖാന്തരം തന്ന ന്യായപ്രമാണം എന്തിനാണ്? പഴയ നിയമം എന്തിനാണ്? ഇവിടെ പൗലോസ് പറയുകയാണ്, അത് ഒരു ശിശുപാലകൻ മാത്രമാണ്, ഒരു നേഴ്സറി ടീച്ചർ മാത്രമാണ്. നമ്മുടെ മക്കളെ നമ്മൾ 1-ാം ക്ലാസ്സിൽ ചേർക്കുന്നതിന് മുന്നേ നേഴ്സറി ചേർക്കും, LKG ചേർക്കും, UKG ചേർക്കും. അതെന്തിനാണ്? അത് 1-ാം ക്ലാസ്സിൽ ചേർക്കുന്നതിന് മുന്നേ ഉള്ള ഒരു കോച്ചിങ് അവർക്ക് കൊടുക്കുകയാണ്. ഇതുപോലെ തന്നെയാണ് ആത്മീയം എന്ന് പറയുന്നത്. ഞാനും നിങ്ങളുമൊക്കെയും നമ്മുടെ മാതാപിതാക്കൾ പള്ളിയിൽ പോയപ്പോൾ ഞാനും നിങ്ങളും പള്ളിയിൽ പോയി നമ്മളെ ന്യായപ്രമാണത്തിന് കീഴിൽ സൂക്ഷിച്ചു. ഇവിടെ പറയുകയാണ് അടുത്ത വാക്യത്തിൽ, യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വന്ന ശേഷമോ, വായിച്ചു, വിശ്വാസം വന്ന ശേഷമോ നാം ഇനി ശിശുപാലകന്റെ കീഴിലല്ല. ഞാനും നിങ്ങളും ഇനി മോശ എന്നയുടെ ന്യായപ്രമാണമെന്ന ശിശുപാലകന്റെ കീഴിലല്ല.
ക്രിസ്തുവിന്റെ കീഴിലാകണം. വല്ലതും മനസ്സിലായോ? ഇന്നും അനേകം ആളുകൾ ക്രിസ്തുവിന്റെ കീഴിലല്ല. ക്രിസ്തുവിന്റെ കീഴിൽ എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിന്റെ മുഖമേറ്റ് യേശു ക്രിസ്തുവിനോട് പഠിക്കുന്നവരായി തീരണം. ഇന്നിവിടെയും 1 മണിക്കൂർ സമയം ഞാൻ നിങ്ങളും അതിനുവേണ്ടി കടന്നു വന്നിരിക്കുകയാണ്. യേശുവിൻ തിരുപാദത്തിൽ ഇരുന്നു കേൾക്കണം തന്റെ വിശുദ്ധ യേശുവിൻ സുവിശേഷം കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. അപ്പൊ ഇന്ന് ഞാനും നിങ്ങളുമൊക്കെ ഞായറാഴ്ചകളിൽ പള്ളിയിൽ പോയാൽ ചില ഞായറാഴ്ചകളിൽ അവിടെ 5 മിനിറ്റ് പോലും പ്രസംഗമില്ല. ഇന്ന് ഞങ്ങളുടെ ഇടവകയിൽ ഇല്ലായിരുന്നു. കാര്യം എന്താണ്? ദൈവബോധന ഉപേക്ഷിച്ച് മേശകളിലെ ശുശ്രൂഷയാണ്, നല്ല ശുശ്രൂഷയാണ്. പക്ഷെങ്കിൽ ഈ യേശു ക്രിസ്തുവിൻ്റെ കീഴിലേക്ക് വരുന്ന ഒരാള് യേശുവിൻ്റെ മുഖമേറ്റ് യേശുവിനോട് പഠിക്കണം. ഇനി വായിക്കാം നമുക്ക് ഗലാത്യ ലേഖനം 5-ാം അധ്യായം 4-ാമത്തെ വാക്യം. ഗലാത്യ ലേഖനം 5-ാം അധ്യായം 4-ാമത്തെ വാക്യം. ന്യായപ്രമാണത്താൽ നീതീകരിക്കപ്പെടുവാൻ ഇച്ഛിക്കുന്ന നിങ്ങൾ ക്രിസ്തുവിനോട് വേർപെട്ടുപോയി, നിങ്ങൾ കൃപയിൽ നിന്നും വീണുപോയി. എന്താണ് മനസ്സിലായത്? ന്യായപ്രമാണത്താൽ നീതീകരിക്കപ്പെടുവാൻ ഇച്ഛിക്കുന്ന നിങ്ങൾ ക്രിസ്തുവിനോട് വേർപെട്ടുപോയി, ക്രിസ്തുവിന്റെ കൃപയിൽ നിന്ന് വീണു. ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച പാക്കിൽ കവലയിൽ ഒരു കൂട്ടായ്മയിൽ പോയി, CSIക്കാരുടെ ഒരു കൂട്ടായ്മയാണ്. ഞാൻ ഈ വാക്കിൽ അവിടെ സംസാരിച്ചിട്ട് ചോദിച്ചു, ഇതിൻ്റെ അർത്ഥം അറിയാവുന്നവരൊന്ന് കൈവക്കാൻ ചോദിച്ചു. ആരുമില്ലായിരുന്നു, ആർക്കും മനസ്സിലായിട്ടില്ല. ഇവിടെ ഇരിക്കുന്നവർക്ക് എത്രയോ മനസ്സിലായി. ഞാൻ എത്രയോ പ്രാവശ്യം പറഞ്ഞു തന്നിട്ടുണ്ട്. ഇവിടെ മനസ്സിലായോ? ന്യായപ്രമാണത്താൽ നീതീകരിക്കപ്പെടുവാൻ ഇച്ഛിക്കുന്ന നിങ്ങൾ ക്രിസ്തുവിനോട് വേർപെട്ടുപോയി, ക്രിസ്തുവിന്റെ കൃപയിൽ നിന്ന് വീണു. ഞാൻ എന്നെ ഉദാഹരണം പറയാം. 2 പേരും പ്രാർത്ഥിപ്പാൻ പള്ളിയിൽ പോയ സംഭവമൊക്കെ നമുക്കറിയാം. ഒന്ന് പരീശൻ, ഒന്ന് ചുങ്കക്കാരൻ. ഈ പരീശൻ ക്രിസ്തുവിനോട് നീതീകരിച്ചവനാണോ? അല്ല. അവന് സ്വയം നീതീകരണമായിരുന്നു. ഞാൻ ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നു, ഞാൻ ദശാംശം കൊടുക്കുന്നു, ഞാൻ. അതുകൊണ്ട് എന്ത് ചെയ്തു? അവനെ ദൈവം നീതീകരിച്ചില്ല എന്ന് ചുങ്കക്കാരൻ പ്രാർത്ഥിച്ചു. ദൈവമേ, പാപിയായ എന്നോട് കരുണ തോന്നണം. നമ്മുടെ യേശു ക്രിസ്തു നീതിമാന്മാരെ അല്ല തേടി വന്ന പാപികളെയാണ് തേടി വന്നത്. അതുകൊണ്ട് ആ ചുങ്കക്കാരൻ എന്ന പാപിയെ യേശു കർത്താവ് നീതീകരിക്കപ്പെട്ടവനായി അവൻ ഭവനത്തിലേക്ക് മടങ്ങി. മറ്റവൻ നീതീകരിക്കപ്പെടാത്തവനായി ഭവനത്തിലേക്ക് മടങ്ങി. കാരണം എന്താണ്? അവന്റെ ന്യായമായ പ്രമാണം ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുക, ദശാംശം കൊടുക്കുക, ദേവാലയത്തിൽ പോയി പ്രാർത്ഥിക്കുക. മുമ്പ് നമ്മൾ കണ്ടു. രണ്ടാമതായി ഞാനും നിങ്ങൾ ചെയ്യേണ്ട കാര്യം കണ്ടു. യേശു ക്രിസ്തു മുഖാന്തരം നമ്മളിൽ കൃപയും സത്യവും വരണം. അതായത് യേശു ക്രിസ്തു മുഖാന്തരമുള്ള സത്യം എന്താ? 2 തരം സത്യമുണ്ട്. ഒന്ന് പുറമേ കാണുന്നതായ സത്യം, ഒന്ന് യേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്ന സത്യം. നമുക്കൊന്ന് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 2-ാം വാക്യം ഒന്ന് വായിക്കാമോ? മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 2-ാമത്തെ വാക്യം. ആകയാൽ ഭിക്ഷ കൊടുക്കുമ്പോൾ മനുഷ്യരാൽ മാനം ലഭിപ്പാൻ പള്ളികളിലും വീഥികളിലും കപടഭക്തിക്കാർ ചെയ്യുന്നത് പോലെ നിന്റെ മുമ്പിൽ കാഹളം ഊതിക്കരുത്, അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയും. യേശു ക്രിസ്തു സത്യമായും നിങ്ങളോട് പറയുന്നു എന്നുള്ളൊരു വാക്യമാണ് ഇവിടെ. സത്യമായും ഞാൻ നിങ്ങളോട് പറയും. നിങ്ങൾ ഭിക്ഷ കൊടുക്കും, നമ്മളെല്ലാം ഭിക്ഷ കൊടുക്കുന്നവരാണ്. പക്ഷെങ്കിൽ ഇപ്പോൾ ചിലരൊക്കെ ചില കൂടിയ ഈ ഭിക്ഷ ദാനങ്ങളൊക്കെ കൊടുക്കുമ്പോൾ കഴിവുണ്ടേൽ ഇന്ന് മാധ്യമങ്ങളിലൂടെ അതെന്ത് ചെയ്യും? അത് അനേകരെ കാണിച്ചുകൊണ്ടിരിക്കും. ഇന്നലെ യൂട്യൂബിൽ ആദ്യം പഠിപ്പിച്ച ഒരു സ്റ്റുഡൻറ്റിൻ്റെ മകള്, എനിക്ക് തോന്നുന്നു 2-ലോ 3-ലോ പഠിക്കുന്നതാണെന്ന് തോന്നുന്നു ആ കൊച്ചിന് ഈ മാനന്തവാടിയിലെ ഇത് സംഗതി കണ്ടിട്ട് സങ്കടം തോന്നിയാണ്. ആ കൊച്ചിൻ്റെ ഒരു സ്വർണ്ണവള വിറ്റ് 12,000 രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്തു. അത് ഒന്ന് യൂട്യൂബിൽ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുക. ആർക്കെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അയച്ചു തരാം. ഞങ്ങളുടെ കൈവശമുണ്ട്, ഞങ്ങളത് കണ്ട്. ഇത് പറഞ്ഞതിൻ്റെ കാരണം ആ കൊച്ചിൻ്റെ ശരിക്കായിരിക്കും ചിലപ്പോൾ നിഷ്കളങ്ക മനസ്സിൽ തോന്നിയതായിരിക്കാം. പക്ഷേ
എൻ്റെ അടുത്ത ചോദ്യം, എന്തിനാ യൂട്യൂബിൽ ഇട്ടത്? അല്ലേ? അപ്പം ഇവിടെ യേശുക്രിസ്തു പറഞ്ഞു, നിങ്ങൾ ഭിക്ഷ കൊടുക്കുമ്പോൾ മറ്റ് മനുഷ്യരാൽ മാനം ലഭിക്കേണ്ടതിന് പള്ളികളിലും വീതികളിലും കപടഭക്തിക്കാർ ചെയ്യുന്നത് പോലെ കാഹളം മുതിക്കൽ. അപ്പം ഈ യൂട്യൂബിൽ ചിലപ്പോൾ അതിൻ്റെ അമ്മ തന്നെ ഇത് പിടിച്ചെടുത്ത കൊച്ചു പറയുന്നത് നിങ്ങൾ കാണുമ്പോൾ ഞാൻ കൂട്ടായ്മയ്ക്കകത്തിട്ടേക്കാം, 10-ാം വട്ടം കൂട്ടായ്മയ്ക്കകത്തിട്ടേക്കാം, നിങ്ങൾ ഇവിടെ നിന്ന് കണ്ടു. നല്ല സംഗതിയൊക്കെയാണ്. പക്ഷെങ്കിൽ ഇതുപോലെയാണ് അനേകം ആളുകൾ. നമ്മൾ എന്തെങ്കിലും ചെയ്താൽ അത് മനുഷ്യരാൽ മാനം ലഭിക്കേണ്ടതിന് കൊടുക്കും. യേശുക്രിസ്തു പറഞ്ഞു അത് പുറമേ ഉള്ളൊരു സത്യം തന്നെയാണ്, എന്നാൽ അന്തർഭാഗത്തിലെ സത്യമല്ല അത്. ഇനിയും അതിൻ്റെ തന്നെ 5-ാം വാക്യം, മത്തായി 6:5. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെ ആകരുത്. അവർ മനുഷ്യർക്ക് വിളങ്ങേണ്ടതിനെ പള്ളികളിലും തെരുക്കോണുകളിലും നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ ഇഷ്ടപ്പെടുന്നു. അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ സത്യമായിട്ടും നിങ്ങളോട് പറയുന്നു. അവിടെയും സത്യമായിട്ടും പറയുകയാണ്. യേശുക്രിസ്തുവിന്റെ സത്യം എന്താണ്? നിങ്ങൾ പള്ളികളിലും തെരുക്കോണുകളിലും നിന്നുകൊണ്ട് പ്രാർത്ഥിക്കരുത്. ഈ സത്യം യേശുക്രിസ്തു മുഖാന്തരമുള്ള കൃപയും സത്യവും നമ്മളിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ, എൻ്റെ ജീവിതത്തിൽ യേശുക്രിസ്തു മുഖാന്തരമുള്ള സത്യം വന്നപ്പോൾ ഞാൻ ഇന്ന് വരെയും ദേവാലയത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ടില്ല. ഓരോ ദേവാലയത്തിൽ പോയാലും പ്രാർത്ഥിക്കത്തില്ല. ഞാൻ ദേവാലയങ്ങളിൽ പോകും കേട്ടോ, കല്യാണം, ശവസംസ്കാരം, അതുപോലെയുള്ള വല്ല എമർജൻസി കാര്യങ്ങളുണ്ട്, ഞാൻ ദേവാലയത്തിൽ പോകും. ഞാൻ ആ ദേവാലയത്തിൽ ഇരുന്ന് പ്രാർത്ഥിക്കാറില്ല. ചുമ്മാ നിൽക്കത്തേ ഉള്ളൂ, കേൾക്കും ഗ്രഹിക്കും, അവിടെ നിൽക്കത്തേ ഉള്ളൂ. കാരണം മത്തായി 6:6 നമുക്കുണ്ട്, നീയോ പ്രാർത്ഥിക്കുമ്പോൾ മുറിയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവിനോട് പ്രാർത്ഥിച്ചാൽ രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. ആരും അറിയണ്ടെന്നേ, ഞാനൊരു പ്രാർത്ഥനക്കാരനാണെന്ന് ആരും അറിയണ്ട. രഹസ്യത്തിൽ കാണുന്ന പിതാവ് മാത്രം അറിഞ്ഞാൽ മതി. ഞാനും നിങ്ങളും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവാം ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ പ്രതിഫലം തരുന്നൊരു കർത്താവാണ്. പോരെ, ആ പ്രതിഫലമല്ലേ ഞാനും നിങ്ങളും ഓരോ ദിവസവും മേടിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മളിലേക്ക് യേശുക്രിസ്തു മുഖാന്തരമുള്ള സത്യം വരണം. ദേവാലയത്തിൽ പോയി പ്രാർത്ഥിക്കുന്നത് തെറ്റാണെന്നല്ല ഇവിടെ പറഞ്ഞത്, അവർ പുറമേ ഉള്ളൊരു സത്യമാണ്. പക്ഷെ ഈ സത്യമല്ല യേശുക്രിസ്തു ആഗ്രഹിക്കുന്ന സത്യമെന്ന് പറയുന്നത്, ഞാനും നിങ്ങളും മുറിയിൽ കിടന്ന് വാതിലടച്ച രഹസ്യത്തിൽ കാണുന്ന പിതാവിനോട് പ്രാർത്ഥിക്കുന്നവരായിട്ട്. അതാണ് യേശുക്രിസ്തു മുഖാന്തരമുള്ള സത്യം. ഭിക്ഷയെക്കുറിച്ചുള്ള സത്യം നമ്മൾ കണ്ടു, പ്രാർത്ഥനയെക്കുറിച്ചുള്ള സത്യം കണ്ടു. ഇനി 16-ാം വാക്യം, മത്തായി 6:16. ഉപവസിക്കുമ്പോൾ നിങ്ങൾ കപടഭക്തിക്കാരെ പോലെ വാടിയ മുഖം കാണിക്കരുത്. അവർ ഉപവസിക്കുന്നത് മനുഷ്യർക്ക് വിളങ്ങേണ്ടതിനെ മുഖം വിരൂപമാക്കുന്നു. അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ സത്യമായിട്ട്. ഇവിടെയും യേശുക്രിസ്തു സത്യമായിട്ട് പറയുക ഉപവാസത്തെക്കുറിച്ച്, അല്ലേ? ഇവിടെയൊക്കെയും നമ്മൾ ഈ കപടഭക്തിയിൽ നിൽക്കുന്ന സമയത്ത്, ഇപ്പം ഞാൻ പറയാം, ബുധനും വെള്ളി ഉപവസിക്കുന്ന ചില ആളുകൾ. ഇപ്പം ഒരു ബുധനാഴ്ചയോ വെള്ളിയാഴ്ചയോ ഇപ്പം ഞാൻ ഉപവസിക്കുന്ന ആളാണെന്ന് വിചാരിക്കുക. എനിക്കങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഇപ്പം ഞാൻ നിങ്ങളുടെ ആരുടെയെങ്കിലും ഭവനത്തിൽ ഒരു വെള്ളിയാഴ്ച ദിവസം വരികയാണെങ്കിൽ ഇപ്പം നിങ്ങൾ പറയും, ആ മോനിശായിരിക്ക് ഇപ്പം ജൂലപ്പാടി ചോദിച്ചാൽ ഇവിടെ ചെല്ലുകയാണെങ്കിൽ പറയും, മോനിശായിരിക്ക് കാപ്പി കുടിച്ചിട്ട് പോവാം. അപ്പം ഇവിടെ വത്സമേ മോനിശാന് കാപ്പി എടുത്ത് എന്ന് പറയും. അപ്പം വത്സമയാൻ്റെ പോയി എനിക്ക് നല്ലൊരു മുറുക്കാപ്പിയൊക്കെ ഇട്ടുകൊണ്ട് വരും. അപ്പം ഞാൻ പറയും, എൻ്റെ വത്സമയാൻ്റെ ഞാൻ ഇന്ന് പാല് ഉപയോഗിക്കത്തില്ല, ഇന്ന് വെള്ളിയാഴ്ചയാണ്. അയ്യോ, അറിയില്ലായിരുന്നല്ലോ. എന്നാ ഞങ്ങൾ കട്ടൻ കാപ്പി എടുത്തോണ്ട് വരും. അപ്പം ഞാൻ അവരുടെ മുന്നിൽ എന്തായി, ഞാൻ വെള്ളിയാഴ്ച ദിവസങ്ങൾ ഉപവസിക്കുന്നവനാണെന്ന് അവരെ അറിയിക്കുകയാണ്. അപ്പം അത് കപടഭക്തിയാണ് അവർ. ഞാനിപ്പം പിന്നെ ഉപവസിക്കുന്ന ആളാണെങ്കിൽ തന്നെ ഒരു പാൽക്കാപ്പി കുടിച്ചതുകൊണ്ട് കർത്താവ് നമ്മളെ ചോരപ്പടി എടുത്ത് അടിക്കുന്നതൊന്നുമില്ല. നീ ചോരപ്പാടി പോയപ്പം പാൽക്കാപ്പി കുടിച്ചോടാന്ന് ചോദിച്ചോണ്ട് നിന്റെ ഉപവാസം ഞാൻ ഡിലീറ്റ് ആക്കും നമ്മുടെ കർത്താവ് പറയത്തൊന്നുമില്ല. ഇതെല്ലാം കപടഭക്തിയാണ്. നമ്മുടെ യേശു കർത്താവ് പറഞ്ഞ സത്യമാണ് നമ്മൾ നോക്കേണ്ടത്. 3 സത്യങ്ങൾ കണ്ടല്ലോ, ഇനിയുണ്ട് ഒത്തിരി സത്യം. ഇനിയും വേദോസത്തിലുള്ളൊരു സത്യം കൂടെ വേണേൽ പറയാം. മത്തായിയുടെ സുവിശേഷത്തിൽ തന്നെ അവിടെ പറയുന്നതാണ്, ഞാൻ പറയുന്നില്ല, പോവുക. എന്നാന്ന് പറയട്ടെ, ഇപ്പം ഓർത്തഡോക്സ് യാക്കോബായ കേസുണ്ട്.
ഓർത്തഡോക്സുകാർക്ക് അനുകൂലമായിട്ടാണ് വിധി വന്നത്. അത് പുറമേ ഉള്ള സത്യമാണ്. എന്നാൽ ഒത്തിരി യാക്കോബായക്കാർ കഷ്ടപ്പെട്ട് പണിത പള്ളി ഇന്ന് ഈ സുപ്രീം കോടതി വിധി കൊണ്ട് അവർ നേടിയെടുത്തുകൊണ്ടിരിക്കുക. അതല്ല വേണ്ടിയത്, അതല്ല വേണ്ടിയത്. നമ്മുടെ കർത്താവ് പറഞ്ഞതനുസരിച്ച് നിങ്ങളല്ല കഷ്ടപ്പെട്ട് പണിത്, ഞങ്ങൾ തിരിച്ചു തരും. അതാണ് അന്തർഭാഗത്തിലെ സത്യം എന്ന് പറയുന്നത്. ഇന്ന് സുപ്രീം കോടതി വിധി ഞങ്ങൾക്ക് അനുകൂലമാണെന്ന് പറഞ്ഞ് പാവപ്പെട്ട ജനങ്ങൾ കഷ്ടപ്പെട്ട് പണിത പള്ളി പിടിച്ചെടുക്കുന്നത് അത് കർത്താവിൻ്റെ സന്നിധിയിൽ ഉചിതമല്ല. അത് യേശുക്രിസ്തുവിൻ്റെ സത്യമല്ല. ഓട്ടോസാരെന്നെ വെടിവെച്ച് കൊന്നാലും കുഴപ്പമില്ല. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അത് യേശുക്രിസ്തുവിൻ്റെ സത്യമല്ല. കാര്യം അത് നമുക്ക് അർഹിക്കാത്തത് നമ്മൾ എടുക്കാൻ പാടില്ല. അത് കൊടുക്കണമെന്നാണ് മത്തായിയുടെ സുവിശേഷത്തിൽ തന്നെ അത് പറയുന്നില്ലേ, ദുഷ്ടനോട് എതിർക്കരുതെന്നും. പിന്നെ ഇവിടെ കേസ് നടത്തുമ്പോൾ വേണം ഒരു വാക്യം വേണം വായിച്ചാലും കുഴപ്പമില്ല. ഇത്തരം പറഞ്ഞ സ്ഥിതിക്ക് മത്തായിയുടെ സുവിശേഷം ഒന്നെടുത്ത് അതിൻ്റെ 5:40 5:39 മുതൽ വായിച്ചാലും കുഴപ്പമില്ല. ഞാനോ നിങ്ങളോട് പറയുന്നു, ദുഷ്ടനോട് എതിർക്കരുത്, നിന്നെ വലത്തെ ചെവിട്ടത്തെ അടിക്കുന്നവന് മറ്റേത് തിരിച്ചു കാണിക്കുക, നിന്നോട് വ്യവഹരിച്ച് നിന്റെ വസ്ത്രം എടുപ്പാൻ ഇച്ഛിക്കുന്നവനെ നിന്റെ പുതപ്പും വിട്ടുകൊടുക്കുക. ഒരുത്തൻ നിന്നെ ഒരു നാഴിക വഴി പോകുവാൻ നിർബന്ധിച്ചാൽ 2 അവനോടുകൂടെ പോകും. അതാണ് യേശുക്രിസ്തുവിന്റെ സത്യം. നിന്നോട് വ്യവഹരിച്ച് നിന്റെ പുതപ്പെടുക്കാൻ ഇച്ഛിക്കുന്നവന്, വസ്ത്രമെടുക്കാൻ ഇച്ഛിക്കുന്നവന് നിന്റെ സഹോദര പുതപ്പും കൂടെ കൊണ്ടുപോയിക്കൊള്ളാം. അതാണ് യേശുക്രിസ്തുവിന്റെ സത്യം. ആ പുതപ്പും ആ വസ്ത്രവും നമുക്ക് നഷ്ടമായെങ്കിൽ യേശുക്രിസ്തുവിന്റെ സത്യം നമ്മൾ നിവർത്തിച്ചാൽ നമുക്കതെല്ലാം ഇരട്ടിയായിട്ട് നമ്മുടെ കർത്താവ് തിരിച്ചു തരും. അതാണ് ഇന്ന് ഞാനും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. യേശുക്രിസ്തു മുഖാന്തരം നമ്മളിൽ യേശുക്രിസ്തുവിൻ്റെ കൃപയും സത്യവും കടന്നു വരണം. വായിക്കാം യോഹന്നാന്റെ സുവിശേഷം 6:65. യോഹന്നാന്റെ സുവിശേഷം 6:65. ഇത് ഹേതുവായിട്ടത്രേ ഞാൻ നിങ്ങളോട് പിതാവ് കൃപ നൽകിയിട്ടല്ലാതെ ആർക്കു വേണ്ടി എടുത്ത് വരുവാൻ കഴിയുകയില്ല. നമ്മളന്ന് കൃപയെക്കുറിച്ച് പഠിക്കുമ്പോൾ യേശുക്രിസ്തു പറയുകയാണ്, പിതാവാം ദൈവം കൃപ നൽകിയിട്ടല്ലാതെ ആർക്കും യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ വരുവാൻ കഴിയുകയില്ല. ഇന്ന് ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ എല്ലാവരും യേശുക്രിസ്തുവിൻ്റെ പാദപീഠത്തിലാണ് ഇരിക്കുന്നത്, യേശുക്രിസ്തുവിൻ്റെ അടുക്കലാണ് ഇരിക്കുന്നത്. ആർക്കേ യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ വരാൻ പറ്റത്തുള്ളൂ? പിതാവ് കൃപ നൽകിയിട്ടുള്ളവർക്ക് മാത്രം. ഇത് പറയുമ്പോൾ എൻ്റെയും നിങ്ങളുടെയും ഭവനത്തിൽ യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ പിതാവ് കൃപ നൽകി ഇതുവരെയും എത്ര പേര് വന്നിട്ടുണ്ട്? ഇനിയും എത്ര പേര് വരാനുണ്ട്? പ്രാർത്ഥിക്കണം. പിതാവാം ദൈവമേ, എൻ്റെ ഭർത്താവ്, എൻ്റെ ഭാര്യ, എൻ്റെ മക്കള്, എൻ്റെ കൊച്ചുമക്കള് എല്ലാവരും എവിടെ വരണം? യേശുക്രിസ്തുവിൻ്റെ പാദപീഠത്തിൽ വരണം. കൂട്ടായ്മയിൽ ആള് കൂട്ടാനല്ല, സ്വോത്ര കാഴ്ച എടുക്കാനല്ല. എന്തിനാണെന്നറിയാമോ? ഈ സത്യം അറിയാതെ ഞാനും നിങ്ങളും ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയാൽ നിത്യ നരകത്തിലേക്ക് പോകാൻ സാധ്യതയുള്ളത് കൊണ്ടാണ്. വേറൊരു ലക്ഷ്യമില്ലാക്കും നമുക്കില്ല. ഒരേ ഒരു ലക്ഷ്യം, എല്ലാവരും ആരായിത്തീരണം? യേശുക്രിസ്തുവിലൂടെ നിത്യജീവൻ പ്രാപിക്കുന്നവരായിത്തീരണം. യേശുക്രിസ്തുവാണ് നിത്യജീവൻ കൊടുക്കുന്നത്. 2 കാര്യങ്ങൾ നമ്മൾ കണ്ടു. ഒന്നാമതായി ഞാനും നിങ്ങൾ ചെയ്യേണ്ട കാര്യം, യേശുക്രിസ്തുവിൻ്റെ നിറവിൽ നിന്ന് കൃപമേൽ കൃപ ലഭിക്കുവാൻ നമ്മൾ വചനം ജഡമായി കൃപയും സത്യം നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർക്കുന്ന ക്രിസ്തുവിൻ്റെ തേജസ് കാണുന്നവരായിത്തീരണം. 2, യേശുക്രിസ്തു മുഖാന്തരം കൃപയും സത്യവും നമ്മുടെ ജീവിതത്തിലേക്ക് വരണം. അത് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യണം. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഞാനും നമ്മളും യേശുക്രിസ്തു ആഗ്രഹിക്കുന്ന സത്യത്തിന് വേണ്ടി നിൽക്കണം. സത്യതൽപരനായവൻ എൻ്റെ വചനം കേൾക്കുന്നു എന്നാണ്. ആ സത്യത്തിന് വേണ്ടി ഞാനും നിങ്ങൾ നിൽക്കുന്നവരായി തീരണം. ഇനി മൂന്നാമതായി നമ്മൾ ചെയ്യേണ്ട കാര്യം എബ്രായ ലേഖനം 10:29. എബ്രായ ലേഖനം 10:29. എബ്രായ ലേഖനം 10:29. തന്നെ വിശുദ്ധീകരിച്ച നിയമരക്തത്തെ മലിനമെന്ന് നിരൂപിക്കുകയും കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയും ചെയ്തവൻ എത്ര കഠിനമേറിയ ശിക്ഷയ്ക്ക് പാത്രമാകും എന്ന്
എന്ന് വിചാരിക്കും. അവിടെ കൃപയുടെ ആത്മാവെന്ന് കണ്ടോ? കൃപയുടെ ആത്മാവ്. നമ്മളിന്ന് കൃപയെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. യേശു ക്രിസ്തു കൃപയും. ഇവിടെ പറയാണ് യേശു ക്രിസ്തുവിൻ്റെ കൃപയുടെ ആത്മാവിനെ നിന്ദിക്കാൻ പാടില്ല, അല്ലേ? അപ്പൊ ഇവിടെ പറയാണ് ദൈവപുത്രനെ ചവിട്ടിക്കളയും, തങ്ങളെ ശുദ്ധീകരിച്ച നിയമരക്തത്തെ മലിനമെന്ന് വിചാരിക്കുകയും ചെയ്യുന്നു. ഇതൊക്കെ പറയുമ്പോൾ ഇന്നും ആ യേശു ക്രിസ്തുവിൻ്റെ രക്തം നമ്മളെ ശുദ്ധീകരിക്കുന്ന രക്തമാണ്. ഇവിടെ നമ്മൾ പാടാറില്ലേ, ശുദ്ധിക്കായി നീ യേശു സമീപേ പോയോ, കുളിച്ചോ കുഞ്ഞാട്ടി രക്തത്തിൽ, ശുദ്ധിയായോ നീ കുളിച്ചോ കുഞ്ഞാട്ടി, ആത്മശുദ്ധി നൽകും രക്തത്തിൽ, ഹിമമ്പോൾ നിഷ്കളങ്കമോ നിന്നാങ്കി, കുളിച്ചോ കുഞ്ഞാട്ടി രക്തത്തിൽ. ഓർത്തഡോക്സ് യാക്കോബായ ജ്ഞാനായ കത്തോലിക്ക സഭകളിൽ എങ്ങാനും ഈ പാട്ട് കേട്ടിട്ടുണ്ടോ? പാടുന്നില്ല. കാരണം കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ. എന്തിനാണ്? ആ നിയമരക്തത്തിന് നമ്മളെ ശുദ്ധീകരിക്കാൻ. കടുഞ്ചുവപ്പായ പാപങ്ങളുള്ള ഏത് മനുഷ്യനെയും സ്വർഗം അവനെ വിശുദ്ധനായി മാറ്റുന്നത് എങ്ങനെയാണ്? ആ വ്യക്തി പ്രാർത്ഥിക്കുമ്പോൾ, ചുങ്കക്കാരൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ അവൻ്റെ മേൽ ആ രക്തം വീണപ്പോൾ അവൻ വിശുദ്ധനായി മാറി. യേശുക്രിസ്തുവിൻ്റെ ക്രൂശിൽ ഉണ്ടായിരുന്നത് ഒരു കള്ളൻ, ഞാനും നിങ്ങളും പറയുന്ന വലതുഭാഗത്തെ കള്ളൻ, യേശുവേ നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർക്കണമേ. അവന്റെ മേൽ ആ രക്തം വീണു. ഞാൻ പറയട്ടെ, യേശു ക്രിസ്തു ക്രൂശിച്ചൊരിഞ്ഞ ഉടനെ അവന്റെ മേലാണ് ആ രക്തം ആദ്യമായി വീഴുന്നത്. ഇന്ന് കൃപയാൽ ഈ 2000 കൊല്ലങ്ങൾക്ക് ശേഷവും എന്റെ മേൽ ഈ രക്തം ഇന്ന് വീണുകൊണ്ടിരിക്കുകയാണ്. ഈ രക്തം യഹൂദന്റെ മേൽ വീണതുപോലെ അല്ല നമ്മുടെ മേൽ വീഴുന്നത്. നമ്മുടെ പാപം, കടുഞ്ചുവപ്പ് പാപങ്ങൾ ഹിമം പോലെ വെളുപ്പിക്കുവാൻ, അത് തന്നെയുമല്ല പാപവും രോഗവും അകറ്റുവാൻ യേശുവിന്റെ രക്തത്തിന് അത്ഭുത ശക്തിയുണ്ടെന്ന് ഇവിടെ ഇരിക്കുന്ന ജനങ്ങൾ അറിയണം. വിശ്വാസത്തിന്റെ ഹൃദയങ്ങൾ തുറക്കണം. ഇന്നും ഈ രക്തം തളിക്കപ്പെടുമ്പോൾ 100% ഉറപ്പോടെ ഞാൻ പറയട്ടെ, ചില രോഗബന്ധനങ്ങൾ അഴിഞ്ഞു മാറുകയും മക്കളെ വിശ്വസിക്കണം. യേശുവിന്റെ രക്തം സകല പാപം കൊണ്ട് ശുദ്ധീകരിക്കുമ്പോൾ ഇന്ന് യേശുവിന്റെ രക്തത്തിൽ കൂടെയുള്ള സൗഖ്യം. യേശുക്രിസ്തു പാപം മോചിച്ച ഉടനെ സൗഖ്യമാണ് വന്നത്. കാരണം 4 പേര് ചുമന്നുകൊണ്ട് വന്നതായ പക്ഷപാതക്കാരനോട് ആദ്യം പറഞ്ഞു, ഞാൻ നിന്റെ പാപങ്ങൾ മോചിച്ചത്. തൊട്ട് പുറകെ അവന് കിടക്കെടുത്ത് നടക്കുവാനാണ് സാധിച്ചു. ഇന്ന് ഞാൻ പറയട്ടെ, രോഗക്കിടക്കയുമായിട്ട് കടന്നു വന്നെങ്കിൽ ഇന്ന് തിരിച്ചു പോകുന്നത് കിടക്കയായിട്ടല്ല, ഇന്ന് അത് എടുത്തുകൊണ്ടാണെന്ന് പോകുന്നത്. കാര്യം അങ്ങനെ സൗഖ്യം തരുന്നൊരു വിശ്വസിക്കണം ദൈവമക്കളെ. യേശുവിന്റെ രക്തത്തിന് എനിക്ക് സൗഖ്യം തരുവാൻ, എൻ്റെ പാപങ്ങൾ മോചിക്കുവാൻ ശക്തിയുണ്ട്. ഇവിടെ പറയുന്നു, ഒന്നും കൂടെ വാക്യം വായിക്കാമോ? എബ്രായ ലേഖനം 10:29. ദൈവപുത്രനെ ചവിട്ടിക്കളയുകയും അപ്പൊ അത് നിരൂപിക്കരുത്. യേശു ക്രിസ്തുവിന്റെ കൃപയുടെ ആത്മാവിനെ നിന്ദിക്കാതെ, ദുഃഖിപ്പിക്കാതെ, നിയമരക്തത്തെ മലിനമെന്ന് നിരൂപിക്കാതെ ഞാനും നിങ്ങളും വിലയേറിയതായിട്ട് കാണണം. ഇത് വിലയേറിയ രക്തമാണ്. കുഞ്ഞാടിന്റെ വിലയേറിയ രക്തത്താൽ ഞാൻ ശുദ്ധനായി തീർന്നു. ഇനി അതിനോടനുബന്ധിച്ചൊരു വാക്യം എഫേസ്യ ലേഖനം 4:29 മുതൽ. എഫേസ്യ ലേഖനം 4:29. എഫേസ്യ ലേഖനം 4:29. കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കുന്നതും ആത്മീയ വർധനയുടെ വാക്കുകൾ മാത്രമേ നമ്മുടെ വായിൽ നിന്ന് വരാവൂ. ആകാത്തതൊന്നും വരരുത്. അതായത് നമ്മൾ വാ തുറന്നാൽ ആകാത്തത് മാത്രമേ വരത്തുള്ളൂ. അങ്ങനെയാണ് നമ്മൾ തലമുറ കൈമാറി കെടാതെ നമ്മൾ സൂക്ഷിക്കുന്നത്. ആകാത്തത് കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കുന്ന, അതോടൊപ്പം തന്നെ കേൾക്കുന്നവർക്ക് ആത്മീയ വർധന ഉണ്ടാവുന്ന വാക്കുകൾ പറയാൻ പഠിക്കണം. നമ്മൾ യേശുക്രിസ്തുവിൻ്റെ കൃപയ്ക്ക് അധീനരായാൽ നമ്മുടെ വാക്കുകൾ വ്യത്യാസം വരും.
കേൾക്കുന്നവർക്ക് എന്തുണ്ടാകും? ആത്മീക വർധന, കൃപ അവർക്കുണ്ടാകും. ഇനി വായിക്കാൻ ലൂക്കോസ് 2:52 കൂടെ. ലൂക്കോസിന്റെ സുവിശേഷം 2:52. ദൈവകൃപയിൽ നീ ആശ്രയിച്ചു ദിനവും ദൈവ പൈതലേ വേഗം ധ്യാനം ചെയ്യുക. ദൈവകൃപയിൽ നീ ആശ്രയിച്ചു ദിനവും ദൈവ പൈതലേ വേഗം ധ്യാനം ചെയ്യുക. കർത്തൻ നിന്നെ നടത്താൻ ശക്തനായിട്ടുണ്ട്. കർത്തനിൽ തന്നെ നീ ആശ്രയിക്കുക. കർത്തൻ നിന്നെ നടത്താൻ ശക്തനായിട്ടുണ്ട്. കർത്തനിൽ തന്നെ നീ ആശ്രയിക്കുക. ദൈവകൃപയിൽ നീ ആശ്രയിച്ചു ദിനവും ദൈവ പൈതലേ വേഗം ധ്യാനം ചെയ്യുക. ലൂക്കോസ് 2:52. യേശുവോ ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും കൃപയിലും മുതിർന്നു വന്നു. യേശു ക്രിസ്തു ദൈവത്തിന്റെ കൃപയിലും മനുഷ്യരുടെ കൃപയിലും മുതിർന്നു വന്നു. യേശുവോ ദൈവത്തിന്റെ കൃപയിലും മനുഷ്യരുടെ കൃപയിലും മുതിർന്നു വന്നു. ഇന്ന് ചില ആൾക്കാർ പറയും, ഞങ്ങൾക്ക് ദൈവത്തിന്റെ കൃപ മതി, ഞങ്ങൾക്ക് മനുഷ്യരുടെ ആരുടെയും കൃപ വേണ്ട. ഇവിടെ യേശുക്രിസ്തു കാണിച്ച വലിയ മാതൃകയാണ്. ദൈവത്തിൻ്റെയും കൃപ വേണമായിരുന്നു, മനുഷ്യരുടെയും കൃപ വേണമായിരുന്നു. ഇന്ന് അങ്ങനെയാണ് ഞാനും നിങ്ങൾ. നമുക്ക് ദൈവത്തിൻ്റെയും കൃപ വേണം, മനുഷ്യരുടെയും കൃപ വേണം. അപ്പം നമ്മുടെ വാക്കുകൾ കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കുന്ന ആത്മീയ വർധനയുടെ വാക്കുകൾ, അങ്ങനത്തെ വാക്കുകൾ പറയുമ്പോൾ അനേകർക്ക് നമ്മളിൽ നിന്ന് നമ്മുടെ സംസാരം കേൾക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അല്ലാത്തവർക്ക് കേൾക്കാൻ താല്പര്യം വരത്തില്ല. അതുകൊണ്ട് നമ്മൾ ദൈവത്തിൻ്റെ കൃപയിലും മനുഷ്യരുടെ കൃപയിലും മുതിർന്നു വരുന്നവരാകണം. നാലാമതായി നമ്മൾ ചെയ്യേണ്ട കാര്യം, എല്ലാവർക്കും അറിയാവുന്ന കാര്യം, യേശു ക്രിസ്തുവിൻ്റെ കൃപാസനത്തിനടുത്ത് വന്ന് തത്സമയം കരുണയും കൃപയും പ്രാപിക്കണം. എബ്രായ ലേഖനം 4:16. എബ്രായ ലേഖനം 4:16. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിനടുത്ത് ചെല്ലുക. അവിടെ പറയുകയാണ് കരുണ ലഭിപ്പാനും തൽസമയ സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാൻ എന്ന് പറഞ്ഞാൽ ഏത് സമയത്താണോ നമുക്ക് കൃപ വേണ്ടിയത് അന്നേരെ മുട്ടുമടക്കിക്കോണം. ഇനി മുട്ടുമടക്കാൻ വയ്യ, നമ്മളൊരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴാണെങ്കിൽ നമ്മൾ അന്നേരെ എന്ത് ചെയ്തോണം? യേശുവേ എന്ന് വിളിച്ചാൽ മതി. ആ കൃപ വേണം അപ്പാ, എനിക്ക് കർത്താവേ നിന്റെ കൃപ വേണം. അപ്പൊ എപ്പോൾ വേണേലും ചില ആളുകളൊക്കെ പറയാറുണ്ട്, രാത്രി 2 മണിക്ക് ശേഷം പ്രാർത്ഥിച്ചാൽ അന്നേരം കർത്താവ് ഫ്രീ ആയിട്ടിരിക്കുന്ന സമയമാണ്. കാര്യം എല്ലാവരും നല്ല ഉറക്കത്തിൻ്റെ സമയമാണ്. അപ്പം ആ സമയത്ത് പ്രാർത്ഥിച്ചാൽ കർത്താവ് കേൾക്കും എന്ന് പറയും. നല്ല കാര്യം, എപ്പം വേണേലും പ്രാർത്ഥിക്കും, കുഴപ്പമൊന്നുമില്ല. 24/7 ചിലയിടത്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പിള്ളേർക്കറിയാം അതിൻ്റെ അർത്ഥം. 24/7 അതായത് ആഴ്ചയിൽ 7 ദിവസം, ഒരു ദിവസം 24 മണിക്കൂർ. 24/7 എന്ന് പറഞ്ഞാൽ ചില പെട്രോൾ പമ്പുകൾ 24 മണിക്കൂറും പ്രവർത്തിക്കുന്നു. ചില മെഡിക്കൽ സ്റ്റോറുകൾ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന. ഇതുപോലെയാണ് നമ്മുടെ കർത്താവിൻ്റെ കൃപാസനമെന്ന് പറയുന്നത്. 24 മണിക്കൂറും നമ്മുടെ കർത്താവിന് അവൈലബിളാണ്. അല്ലാതെ രാത്രി 2 മണിയെന്നില്ല. എപ്പം വിളിച്ചാലും വെളിപ്പുറത്താണ് നമ്മുടെ കർത്താവ്. നമുക്കൊരു കൃപാസനം സ്വന്തമായിട്ടുണ്ടായിരിക്കണം. ആലപ്പുഴയിലെ കൃപാസനത്തിന്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. അനേകം ആളുകൾ അവിടെ പോയി പത്രം കത്തിച്ച് അത് കഴിച്ച് കുടിച്ച് അനേക രോഗികളാകുമ്പോൾ ആ കൃപാസനമല്ല. യേശു ക്രിസ്തുവിന്റെ കൃപാസനം എൻ്റെ നിങ്ങളുടെ ഭവനത്തിലുണ്ടോ? ഒരിടത്തും പിന്നെ ഓടിപ്പോകേണ്ട കാര്യമില്ല. ഞാനും നിങ്ങളും മുറിയിൽ കയറി മുട്ടുമടക്കുന്നതാണ് നമ്മുടെ കൃപാസനം. അവിടെ പറയുന്നത് അതുകൊണ്ടെന്നാ പറഞ്ഞത്. അതുകൊണ്ടെന്ന് പറയാൻ കാരണം എന്താണ്? എബ്രായർ 4:14-15 പഠിക്കുമ്പോൾ നമുക്കറിയാം അതുകൊണ്ടെന്ന് പറയാൻ കാരണം. ആകയാൽ ദൈവപുത്രനായ
കർത്താവായ യേശു ആ ആകാശത്തിൽ കൂടി കടന്നുപോയ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളതുകൊണ്ട് നമുക്കുള്ളത് കൊണ്ട് എൻ്റെ നിങ്ങളുടെ സ്വന്തമാണ്. യേശു ക്രിസ്തു എന്ന ഏക മഹാപുരോഹിതൻ ആകാശത്തിൽ കൂടി കടന്നുപോയി. അത് നമ്മുടെ സ്വന്തമാകണം. യേശുവിൻ്റെ സ്വന്തമാകണം. നമുക്കുള്ളത് കൊണ്ട് നമ്മുടെ സ്വീകാര്യം മുറുകെ പിടിച്ചുകൊള്ളുക. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകൾ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, നമ്മുടെ ബലഹീനതകൾ സഹതാപം കാണിക്കാൻ കഴിയുന്നവനാണ്. ഇപ്പം ഞാനിത് പറയുമ്പോൾ എന്നെയും വി എസ് കുര്യൻ സാറിനെയും ഞങ്ങള് 2003 വിസ്തരിക്കാൻ വേണ്ടിയിട്ട് എടമുത്തറ പോലീസുകാരെടുക്കെ കൊണ്ടുപോയി. എടമുത്തറ പോലീസ പറഞ്ഞു, നിനക്ക് കിറുക്കിൻ്റെ ആരംഭമാണെന്നോ, നീ വീട്ടിൽ ചെന്ന് കുറിയലായിസോ എന്ന് മാത്രം ഉരുവിട്ടോട് നടന്നാൽ മതി. ഭാര്യ എന്ത് ചോദിച്ചാലും കുറിയേലായിസോ, ആരെങ്കിലും വന്ന് കോളിംഗ് ബെല്ല് അടിച്ചാലും കുറിയേ. അപ്പോൾ അവർ വിചാരിച്ചത് നമുക്ക് മുഴുവട്ടാണ്. അപ്പം ഞാൻ പറഞ്ഞത്, അന്ന് ഇവരെ പരിഹസിച്ചിട്ട് എന്താ പറഞ്ഞത്, എന്നെ എന്ത് ചെയ്തു, എൻ്റെ ബലഹീനത. ഞാൻ പറഞ്ഞു, എൻ്റെ തിരുമേനി, ഞാൻ 7 നില പൊട്ടി, വരുമാന മാർഗങ്ങളില്ല, ആത്മഹത്യയുടെ വക്കിൽ നിന്നപ്പോൾ ഓർത്തഡോക്സ് സഭയിലെ യോഹന്നാൻ സാറിനോട് പോയി ദൈവവചനം കേട്ടതേ ഉള്ളൂ എന്ന് പറഞ്ഞു. കളിയാക്കി. കാര്യം എന്താണ്, എൻ്റെ ബലഹീനതയിൽ സഹതാപം കാണിക്കാൻ സാധിച്ചില്ല. എന്നാൽ ഞാൻ വിളിച്ചപ്പോൾ, ഞാൻ കരഞ്ഞപ്പോൾ എൻ്റെ ബലഹീനതകൾ സഹതാപം കാണിക്കുന്ന ഒരു മഹാപുരോഹിതൻ സ്റ്റില്ല് ഇന്ന് ജീവിക്കുന്നവൻ, അവൻ്റെ അടുക്കലാണ് ചെല്ലേണ്ടത്. ഒരിക്കലും തള്ളിക്കളയത്തില്ല. നമ്മുടെ കർത്താവ് പറഞ്ഞു, എൻ്റെ അടുക്കൽ വരുന്നവരെ ഞാൻ ഒരിക്കലും അനാഥരായി വിടുകയില്ല, തള്ളിക്കളയില്ല. കർത്താവ് എനിക്കതുകൊണ്ട് ഞാൻ പേടിക്കുകയില്ല. മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും? ജീവിതത്തിൽ ആർക്കും നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ ജീവകാലത്ത് ഒരിക്കലും ആരും നിന്റെ നേരെ നിൽക്കത്തില്ല. നമ്മുടെ കർത്താവ് സർവശക്തനാണ്. നമ്മുടെ കർത്താവ് സർവജ്ഞാനിയാണ്. നമ്മുടെ കർത്താവ് ആകാശഭൂമി നിറഞ്ഞിരിക്കുന്നവനാണ്. മച്ചി എന്ന് വിളിച്ചവർക്ക് ഇത് 6-ാം മാസം. നമ്മുടെ കർത്താവിൻ്റെ ഒരു കാര്യവും വിശ്വസിക്കണം ദൈവമക്കളെ. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും. അതുകൊണ്ട് യേശുവിൻ്റെ കൃപാസനത്തിനടുത്ത് വന്ന് തത്സമയം കരുണയും കൃപയും പ്രാപിക്കണം. ദിനവും മനമേ തൽസമയം അതിധൈര്യമാ കൃപാസനത്തിൽ അന്തികത്തിൽ. അപ്പം ദിനവും ആ വലിയ കൃപകൾ നമ്മൾ പ്രാപിക്കണം. സക്കറിയ പ്രവചനം 4-ാം അധ്യായം 6-7 വാക്യം. സക്കറിയ പ്രവചനം 4-ാം അധ്യായം 6-7 വാക്യം. സക്കറിയ പ്രവചനം 4-ാം അധ്യായം 6-7 വാക്യം. അവൻ എന്നോട് ഉത്തരം പറഞ്ഞു എന്തെന്നാൽ, സെരുബാബേലിനോടുള്ള യഹോവയുടെ അരുളപ്പാടാവിത്, സൈന്യത്താലല്ല ശക്തിയാലുമല്ല എന്റെ ആത്മാവിനാൽ അത്രേ എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. സെറുബാബേലിന്റെ മുമ്പിലുള്ള മഹാപർവ്വതമേ, നീ സമഭൂമിയായി തീരും. അതിന് കൃപ കൃപ എന്ന ആർപ്പോടുകൂടെ അവൻ ആണിക്കല്ല് കയറ്റും. അവയുടെ യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായി. മതി. അവിടെ എന്താ മനസ്സിലായത്? അവിടെ എൻ്റെയും നിങ്ങളുടെ മുന്നിൽ, ഇത് സക്കറിയ പ്രവാചകന്റെ കാലത്ത് അവിടെ പറയുകയാണ്, നിന്റെ മുന്നിലുള്ള മഹാപർവ്വതമായ സെറുബാബേലിന്റെ മുന്നിലുള്ള മഹാപർവ്വതമേ, നീ സമഭൂമിയായിത്തീരും. എങ്ങനെ? കൃപ കൃപ എന്ന ആർപ്പോടുകൂടെ ആണിക്കല്ല് കയറ്റുമ്പോൾ അത് സമഭൂമിയായിത്തീരും. ദൈവമക്കൾ എന്ത് മനസ്സിലായി? ഇത് സക്കറിയ പ്രവചനത്തിൽ പറഞ്ഞൊരു കഥയല്ല ദൈവമക്കളെ. ഇന്ന് ജീവിക്കുന്ന എൻ്റെ നിങ്ങളുടെ മുന്നിൽ ചില മഹാപർവ്വതങ്ങളുണ്ട്. അത് രോഗമാകാം, കടഭാരമാകാം, പ്രതികൂലമാകാം, പ്രതിസന്ധിയാകാം. ഞാൻ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ വീട് സ്ഥലം ജപ്തിയായി, ചെക്ക് കേസായി, അറസ്റ്റ് വാറണ്ടായി, വലിയ കടഭാരമെന്ന മഹാപർവ്വതം, വരുമാന മാർഗങ്ങൾ അടഞ്ഞ് മുന്നോട്ട് പോകാൻ അവസ്ഥയിലുള്ളൊരു മഹാപർവ്വതം, അതെൻ്റെ ജീവിതത്തിൽ സമഭൂമിയായി. ഞാൻ ഒന്നും ചെയ്തില്ല, സഭ മാറിയില്ല, സമുദായം മാറിയില്ല, ഒരു കർമ്മമാർഗം സ്വീകരിച്ചില്ല. കൃപ കൃപ എന്ന ആർപ്പോടുകൂടെ ആണിക്കല്ല് കയറ്റി
ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളോടും അത് തന്നെയാണ് പറയുന്നത്. ഇന്നും എൻ്റെ നിങ്ങളുടെ മുന്നിൽ ആരുടെയെങ്കിലും ജീവിതത്തിൽ സെരുബാബേലിന്റെ മുമ്പിലുള്ള മഹാപർവ്വതം പോലെയുള്ള പ്രശ്നങ്ങളുണ്ടോ? ഇന്നത് കൃപ എന്ന് ആർപ്പോടുകൂടെ ആണിക്കല്ല് കയറ്റാൻ പോവുകയാണ് നമ്മൾ. സൈന്യത്താലുമല്ല, ശക്തിയാലുമല്ല, ഓ സൈന്യത്താലുമല്ല, ശക്തിയാലുമല്ല, ദൈവത്തിന്റെ ആത്മാശക്തിയാലത്രേ. ഓ ആർത്തുപാടി ആണിക്കല്ലോ കയറ്റാം ദൈവസഭവാണിയാം ബന്ധക്കൊതുമാൽ മൺമഴ പെയ്ത പരമപിതാവേ പിൻവഴ നൽകാ. ബന്ധക്കൊതുനാളിൽ മൺമഴ പരമപിതാവേ പിൻമഴ നൽകാ. ഓ പിൻമഴ നൽകേണം, അറിഞ്ഞം മറേണം, നിങ്കണമുണർന്നു. ഓ പിൻമഴ പെയ്യണം, മാലിന്യം മറേണം, നിങ്കണമുണർന്നു. വേലയോ സൈന്യത്താലുമല്ല, ശക്തിയാലുമല്ല, ദൈവത്തിന്റെ ആത്മാവിനാൽ. ഇന്ന് ഞാൻ പറയട്ടെ, ദൈവം അയച്ചവൻ ദൈവത്തിന്റെ വചനം പ്രസ്താവിക്കുമ്പോൾ, ദൈവം ആത്മാവിനെ അളവ് കൂടാതെ കൊടുക്കുമ്പോൾ, ഇന്ന് നമ്മുടെ നടുവിൽ സൈന്യത്താലുമല്ല, ശക്തിയാലുമല്ല, ദൈവത്തിന്റെ ആത്മാവിനാൽ എൻ്റെ നമ്മുടെ മുന്നിലിരിക്കുന്ന മഹാപർവ്വതം അത് സമഭൂമിയായി മാറും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഒന്നും കൂടെ ആ സ്റ്റാൻസ ഒന്ന് പാടാമോ? സൈന്യത്താലുമല്ല, ശക്തിയാലുമല്ല, എന്റെ ആത്മാ ശക്തിയാലത്രേ. സൈന്യത്താലുമല്ല, ശക്തിയാലുമല്ല, ദൈവത്തിന്റെ ആത്മാ ശക്തിയാലത്രേ. ആർത്തുപാടി സ്തുതിക്കാം, ആണിക്കല്ലു കയറ്റാം ദൈവസഭവാണിയാം. ആർത്തുപാടി ഹല്ലേലൂയ പാടാം, ആണിക്കല്ലു കയറ്റാം ദൈവസഭവാണിയാം. ബന്ധക്കൊതുനാളിൽ പരമപിതാവേ പിൻമഴ നൽകാ. ബന്ധക്കൊതുനാളിൽ മൺമഴ പെയ്ത പരമപിതാവേ പിൻമഴ നൽകാ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവിന്റെ രക്തം ജയമെടുക്കുകയാണ്, യേശുവിന്റെ രക്തം ജയമെടുക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ രോഗം സൗഖ്യമാകട്ടെ. യേശുവിന്റെ നാമത്തിൽ ബന്ധനങ്ങളെല്ലാം അഴിഞ്ഞു മാറട്ടെ. യേശുവിന്റെ നാമം മഹത്വമെടുക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മള് ദൈവം ചെയ്യുന്ന 4 കാര്യങ്ങളും കൂടെ പറയാം. അത് പറയണേ ഇനി ആരാണ് നമുക്ക് 2ാം ഭാഗമായിട്ട് അടുത്ത ഞായറാഴ്ച അത് കേൾക്കാം. നമുക്കെല്ലാവരും അറിയാവുന്ന വാക്യം നമ്മൾ കണ്ടു. യേശു ക്രിസ്തു കൃപയിൽ നമ്മുടെ പൗലോസ് അപ്പോസ്തലൻ പ്രാർത്ഥിച്ചു, എൻ്റെ കൃപ 3 വട്ടം പ്രാർത്ഥിച്ചു. യേശു ക്രിസ്തുവിൻ്റെ മറുപടി, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി നിൻ്റെ ബലഹീനതയെ. പൗലോസ് അപ്പോസ്തലൻ അതിസന്തോഷമാണ്. നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയില്ലെങ്കിലും നമ്മളെപ്പോഴും നമ്മുടെ കർത്താവ് നോക്കുമ്പോൾ നമ്മുടെ കർത്താവ് ഒരിക്കലും ഒരു ദോഷം ചെയ്യുന്ന കർത്താവ്. ചിലപ്പോൾ പ്രാർത്ഥനയ്ക്ക് മറുപടി തന്നില്ലെന്ന് വരും. കൃപ തന്നെ, അതും കൃപയുടെ അളവറ്റ വലിപ്പം എന്ന് പറയാൻ ഭയങ്കരമാണ്. അതുകൊണ്ട് സന്തോഷത്തോടെ കർത്താവിന് വേണ്ടി പൗലോസ് പറഞ്ഞത് ബുദ്ധിമുട്ട്, ഉപദ്രവം, ഞെരുക്കം, ബലഹീനത എന്നിവ ഞാനും നിങ്ങൾ സ്നേഹിക്കണം. ഈ ക്രിസ്തുവിൻ്റെ കൃപ നമ്മളിലേക്ക് വരാൻ നമ്മൾ ചെയ്യുന്ന 4 കാര്യങ്ങളാണ് കണ്ടത്. 1, യേശു ക്രിസ്തുവിൻ്റെ നിറവിൽ നിന്നും കൃപമേൽ കൃപ ലഭിക്കുവാൻ നമ്മൾ വചനം ജഡമായ കൃപയിൽ സത്യം നിറഞ്ഞവനെ നമ്മുടെ ഇടയിൽ പാർക്കുന്ന ക്രിസ്തുവിൻ്റെ തേജസ്സ. 2, യേശു ക്രിസ്തു മുഖാന്തരമുള്ള കൃപയും സത്യവും നമ്മുടെ ജീവിതത്തിലേക്ക് വരുത്തണം, ഇംപ്ലിമെൻ്റ് ആക്കണം. 3, യേശു ക്രിസ്തുവിൻ്റെ കൃപയുടെ ആത്മാവിനെ നിന്ദിക്കാതെ ദുഃഖിപ്പിക്കാതെ, നിയമരക്തത്തെ മലിനമെന്നും വിചാരിക്കാതെ നിയമരക്തത്തെ വിലയേറിയതായി കാണണം. 4, യേശു ക്രിസ്തുവിൻ്റെ കൃപാസനത്തിനടുത്ത് വന്ന് തത്സമയം കരുണയും കൃപയും പ്രാപിക്കണം. ദൈവം ചെയ്ത 4 കാര്യങ്ങൾ നമുക്ക് അടുത്ത ഞായറാഴ്ച ചിന്തിക്കാൻ ദൈവം അനുവദിച്ചാൽ. ഇപ്പോൾ ചിങ്ങാനത്ത് സണ്ണിച്ചായം കടന്നു വന്നിട്ടുണ്ട്. സണ്ണിച്ചായം കടന്നു വന്ന് സമാധാന പ്രാർത്ഥന നടത്തും നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം.
നമ്മുടെ നടുവിൽ എഴുന്നള്ളി വന്ന കർത്താവിനോട് നമുക്ക് പറയാം, കർത്താവേ ആ കൃപ വേണമപ്പ, കർത്താവേ ആ കൃപ വേണമപ്പ, കർത്താവേ ആ കൃപയാണ് ഞങ്ങൾക്ക് വേണ്ടത് കർത്താവേ, ആ കൃപ തരുന്നൊരു നല്ല കർത്താവ്. കൃപയുടെ വാതിലിതാ പൂട്ടുവാൻ തുടങ്ങുന്നേ, സോദരരെ ഓടി വന്നാൽ നിങ്ങൾക്കും പ്രവേശിക്കാൻ, സോദരരെ ഓടി വന്നാൽ നിങ്ങൾക്കും പ്രവേശിക്കാം. കപ്പലിൽ ഉറങ്ങിടുന്ന യോനായെ പോലുള്ളോരേ, കപ്പലിൽ ഉറങ്ങിടുന്ന യോനായെ പോലുള്ളോരേ, എത്ര നാൾ ഉറങ്ങിടുമോ കർത്താവിപ്പോൾ വന്നിടും, എത്ര നാൾ ഉറങ്ങിടുമോ കർത്താവിപ്പോൾ വന്നിടും. ഞാൻ വേണിക്കുള്ളതെല്ലാം യേശുവിനു സ്വന്തമേ, ഞാൻ വേണിക്കുള്ളതെല്ലാം യേശുവിനു സ്വന്തമേ. അവൻ എന്നെ നടത്തുന്നു, എനിക്കൊന്നും മുട്ടില്ല, അവൻ എന്നെ നടത്തുന്നു, എനിക്കൊന്നും മുട്ടില്ല. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം, നന്ദിയോട് നന്ദിയോട് സ്തോത്രം, നന്ദിയോട് നന്ദിയോട് സ്തോത്രം. മഹാപരിശുദ്ധന് കാരണവാനുമായ സ്വർഗീയ പിതാവേ, വാഴ്ത്തപ്പെട്ട ഈ മനോഹരമായ ഇരത്തിക്കായപ്പ ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ ഈ സമയം വരെയും അവിടുത്തെ പഠനത്തിന് വേണ്ടിയായിരിക്കാൻ ദൈവമേ ഞങ്ങളെ സഹായിച്ചതോ നന്ദിയോട് ഓർക്കുന്നുണ്ട്. ആ ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളിൽ പൂർണ്ണമായും പ്രതിഫലിക്കാൻ തക്കോണം. ഇന്നത്തെ വചന കേൾവിയും ഗാത്രമായി തീരണമേ എന്ന് കർത്താവേ, ഇവിടുത്തെ കൃപയൊന്ന് മാത്രമാണ് ഞങ്ങൾ അറിയുന്നത് കർത്താവേ. ഇന്ന് ഞങ്ങളിവിടെ നിലനിൽക്കുന്നതിൻ്റെ കർത്താവ് ഇവിടുത്തെ കൃപയൊന്ന് മാത്രമാണ് ഞങ്ങൾ നിലനിൽക്കുന്നത് ഞങ്ങൾ അറിയുന്നത് കർത്താവേ. പലപ്പോഴും ഹല്ലേലൂയ ഈ ലോകത്തിൻ്റെ ലോകമോഹങ്ങൾക്ക് മുമ്പിൽ അകപ്പെട്ടു പോകാമായിരുന്നു ഞങ്ങൾ ഓരോരുത്തരെയും. ആ ക്രിസ്തുവിൻ്റെ സ്നേഹമാണല്ലോ, അവിടുത്തെ കൃപയാണല്ലോ ഞങ്ങൾ നിലനിർത്തുന്നത് ഞങ്ങൾ ഇന്ന് ഓർക്കുന്നു കർത്താവേ. ആ കൃപയിൽ നിലനിൽക്കുവാൻ തക്കോണം ദൈവമേ. ഞങ്ങൾ ഓരോ നിമിഷത്തിലും ദൈവത്തിൻ്റെ വിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കുമാറാണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പാ. കടന്നു ഓരോ മക്കളെയും പരമ്പരത്തെ പാദത്തിൽ സമർപ്പിക്കണം പ്രാർത്ഥിക്കുന്നപ്പാ. ആ ക്രൂശിൻ്റെ മറവിൽ നിന്നുകൊണ്ടപ്പാ ദൈവമേ അവിടുത്തെ വചനം കേൾക്കുവാൻ തക്കോണം ദൈവമേ ഞങ്ങളെ സഹായിച്ചല്ലോ കർത്താവേ. ക്രൂശിൻ്റെ മറവിൽ നിന്നുകൊണ്ടപ്പാ നിന്റെ മകൻ ഹല്ലേലൂയ വചനത്തിൻ്റെ മർമ്മങ്ങളെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്ന കൃപയ്ക്കായി ഞങ്ങൾ നന്ദിയോട് സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഹല്ലേലൂയ ക്രിസ്തുവിലൂടെയുള്ള രക്ഷ ഞങ്ങൾ കണ്ടുപോയിച്ചറിഞ്ഞല്ലോ കർത്താവേ. ആ ക്രിസ്തുവിലൂടെ ഞങ്ങൾ രക്ഷ ഞങ്ങൾക്ക് ലഭിപ്പാൻ തക്കോണം ദൈവമേ ഇടയാക്കിയല്ലോ. നന്ദിയോട് ഞങ്ങൾ ഓർക്കുന്നു, നന്ദിയോട് ഞങ്ങൾ സ്തുതിക്കുന്നു കർത്താവേ. മറ്റൊരു രക്ഷയില്ല, രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമമുള്ള കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമമൊന്ന് മാത്രം കർത്താവേ. ആ ക്രിസ്തുവിൻ്റെ നാമത്തിൽ ചേർന്ന് നിൽപ്പാൻ തക്കോണം, ആ നാമത്തെ അറിയുവാൻ തക്കോണം കർത്താവേ. ഞങ്ങളുടെ ആത്മീയ കണ്ണുകളെ ഇവിടുന്ന് തുറന്നു തന്നതോർത്ത് ഞങ്ങൾ നന്ദിയോട് സ്തോത്രം ചെയ്ത് കർത്താവേ. ഞങ്ങൾ അന്ധകാരത്തിൽ കിടന്നവരാണെന്ന് ഞങ്ങൾ അറിയുന്നത് കർത്താവേ. കർത്താവേ ഞങ്ങളുടെ ആത്മീയ കണ്ണുകളെ കർത്താവായ യേശു ക്രിസ്തു ഞങ്ങൾക്ക് വേണ്ടി അത് തുറന്നു തന്നപ്പോൾ കർത്താവേ എൻ്റെ വചനത്തിൻ്റെ മർമ്മങ്ങളെ ഞങ്ങൾ തിരിച്ചറിയുവാൻ തക്കോണം ദൈവമേ. അവർ ശുദ്ധാത്മാവിൻ്റെ ദിവശക്തി ഞങ്ങളുടെ മൺകൂടാങ്ങളിലേക്ക് ഓരോ മൺകൂടാങ്ങളിലേക്ക് വ്യാപരിച്ചതോർത്ത് ഞങ്ങൾ നന്ദിയോട് സ്തോത്രം ചെയ്യുന്ന കർത്താവേ. എല്ലാവരെയും ഒരിക്കൽ കൂടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സകലതങ്ങൾ ഒരു ക്രൂശിൽ ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ നാമം സ്വീകരിക്കപ്പെടണമേ, ഞങ്ങളുടെ രാജ്യം വരണം, അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണം, ഞങ്ങളുടെ അക്കാരോട് ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ അടങ്ങുന്ന ദോഷം ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ കടത്തരുതേ, പിന്നെ ദുഷ്ടനെ ഉപയോഗിക്കണമേ. അതുകൊണ്ട് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും പിതാവിനുള്ളതാകുന്നു. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹം, യേശു ക്രിസ്തുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മാത്രം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് നമുക്ക് കരങ്ങൾക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അനുഗ്രഹത്തോടെ